സുഹൃത്തുക്കളെ, വാൽപ്പാറയിലുണ്ടായ ട്രാവലർ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ ചെറിയ നിഗമനങ്ങളും മറ്റും ഞാൻ നിങ്ങളോട് പറയാം. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ആ ഡ്രൈവറിന് എക്സ്പീരിയൻസ് കുറവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഈ ഇറങ്ങി വരുമ്പോൾ, ഇതുപോലുള്ള ചുരങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോൾ പലരും ചെയ്യാറുള്ള ഒരു തെറ്റാണ് ബ്രേക്ക് ചവിട്ടി ഇറങ്ങുക എന്നുള്ളത്. അവർ എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കാറേ ഇല്ല. കൂടുതലും ഇവർ 4th 5th പോലുള്ള ഗിയറിൽ ഇറങ്ങി വരും. എന്നിട്ട് ഈ സർവ്വസമയവും ബ്രേക്ക് കാലായിരിക്കും. അപ്പോൾ ബ്രേക്ക് ചൂടാകും, ബ്രേക്ക് ലൈനർ ചൂടാകും, ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടാകും. അങ്ങനെ ബ്രേക്ക് ഫെയിലാവും. പിന്നെ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വരും. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ അടുത്തത് ട്രാവലർ എന്ന് പറഞ്ഞ ഈ വാഹനം, അവർ ഇത്രയും വലിയ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ബ്രേക്കാണ്. അതുകൊണ്ട് ഇതുപോലെ ബ്രേക്ക് ഫെയിലിയർ ആകുന്ന മറ്റൊരു വാഹനം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പല ഡ്രൈവർമാരും പറയുന്നത് ഈ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി ആംബുലൻസ് ആക്കാൻ പോലും കൊള്ളത്തില്ലെന്നുള്ളതാണ്. പിന്നെ വേറെ ബദൽ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. എനിക്കറിയത്തില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഈ ഫ്ലൂയിഡ് ബ്രേക്കുള്ള ഈ ട്രാവലർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ എക്സ്പീരിയൻസ് വേണം. എഞ്ചിൻ ബ്രേക്കിൽ ഇറങ്ങി വരണം. എന്നിട്ട് ഈ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്തു പോരുന്ന രീതിയിൽ വാഹനം ഓടിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ ഈ ചുരം മറ്റും ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ അപകടത്തിൽ നമുക്ക് ഒരിക്കലും ആ ഡ്രൈവറിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ അപകടത്തിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലല്ലോ. അതായത് ബ്രേക്ക് ഫെയിലിയർ ആണോ, ടയർ പൊട്ടിയതാണോ, സ്റ്റിയറിംഗിൻ്റെ കംപ്ലയിൻ്റ് ആണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വിവരങ്ങൾ അവർ പുറത്തുവിട്ടട്ടെ. നമ്മുടെ നാട്ടിൽ ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന അപാകതയാണിത്. അതായത് വാഹനത്തെക്കുറിച്ചൊന്നും അതിൻ്റെ ഒരു 50% പോലും ആൾക്കാർക്ക് അറിയത്തില്ലെന്നുള്ളതാണ്. ഒരു എച്ചെടുക്കും, ലൈസൻസ് അങ്ങ് കൊടുത്തു വിടും. അത്രേ ഉള്ളൂ. അതായത് വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബ്രേക്ക് ഫെയിലിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ചുരം ഇറങ്ങി വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എത്ര പേർക്കറിയാം. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും പിന്നെ തന്മയത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുള്ള ആൾക്കാർക്കും മാത്രമേ ഉള്ളൂ ഈ വാഹനം കൃത്യമായിട്ട് അവർ ഓടിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ. അല്ലാത്തവർ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും, അവരൊന്ന് വണ്ടി ഉരുട്ടാൻ പഠിപ്പിക്കും, പോയി എച്ചെടുക്കും, ലൈസൻസ് കിട്ടും, പിന്നെ അങ്ങോട്ട് ഓടിച്ച് നടക്കുക. അതൊന്നും അല്ലല്ലോ വേണ്ടത്. വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിനായിട്ട് മെയിനായിട്ടുള്ളതാണ് ഈ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ബ്രേക്കേ വരണം എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഈ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. എഞ്ചിൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലോ ഗിയറിൽ വരണം. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ ഒക്കെയാണ് ലോ ഗിയർ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ നമ്മൾ തേർഡ് വരെ ഇടാറുണ്ട്. അതായത് സ്പീഡ് കണക്കാക്കണം. വണ്ടി ഒരു 30, 35, 40 അങ്ങേ അറ്റാൻ പോയി കഴിഞ്ഞാൽ അതിന് മേലോട്ട് കയറാൻ സമ്മതിക്കരുത്. വളവിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് അതുപോലെ കുത്തുവളവൊക്കെ ആണെങ്കിൽ ഒരു 20-ലൊക്കെ പതുക്കെ തിരിക്കണം. അപ്പോൾ ആ വളവിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് മാത്രം ചവിട്ടി കൊടുക്കുക. അല്ലാത്തപ്പം മാക്സിമം ബ്രേക്ക് ചവിട്ടാതെ സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഏത് ഗിയറിലാണോ ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് പലർക്കും അറിയത്തില്ലെന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വാഗമണ്ണ്, കുമളി പോലുള്ള റൂട്ടുകളിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു വാഹനം കാണും. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് സർവ്വ സമയത്തും കത്തിക്കിടക്കുക. അതായത് ആ ഓടിക്കുന്ന വ്യക്തി ബ്രേക്ക് പെഡലിൽ കാല് അമർത്തി വെച്ചുകൊണ്ടാണ് ഈ പോരുന്നത്. ഒരിക്കലും ആ ബ്രേക്ക് ലൈറ്റ് കെടുന്നില്ല, സർവ്വ സമയം കത്തിക്കിടക്കുക. അപ്പോൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടായി കഴിയുമ്പോൾ പിന്നെ ബ്രേക്ക് ഫെയിലിയർ ആകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടിയതിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഒരു സ്റ്റെപ്പിന് മാറ്റാൻ പോലും അറിയാമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സ്റ്റെപ്പിന് മാറ്റാൻ അറിയാമോ? എഞ്ചിൻ ഓയിൽ നോക്കാൻ അറിയത്തില്ല, ഇതിനകത്ത് കൂളൻ്റ് നോക്കാൻ അറിയത്തില്ല, ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. രാവിലെ വാഹനം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നുള്ളൂ. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല. ഇതുവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്.